ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് തിരക്ക് പിടിച്ച രാവിലെയൊക്കെ ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കറിയൊന്നും ഉണ്ടാക്കിയെടുക്കാതെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ റവയും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് റവയാണ്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. റവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 or 6 ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയതാണ്. എത്രയാണോ റവ എടുത്തത് അതിൻ്റെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് റവയുടെയും തേങ്ങയുടെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ, ആ ഒരു തിക്നെസ്സിലൊക്കെയാണ് കേട്ടോ നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ദോശയ്ക്ക് ചുട്ടെടുക്കുന്നത് പോലെ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കാം. പരത്തൊന്നും വേണ്ട, ഇതുപോലെ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് മറുഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഓരോന്നും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ വന്നിട്ടുള്ള അടിപൊളി ഒരു പലഹാരമാണ്. നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി കറി കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. എപ്പോഴും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്